അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും സഭയ്ക്ക് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്താൽ വിശുദ്ധ സഭയ്ക്ക് മോചനമായിട്ട് വെളിക്കോടതി അതിന് നൽകി അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ അഗ്നിയോടുകൂടി നീ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ വിശുദ്ധ സഭയ്ക്ക് നൽകിയ നന്മത്താൽ നിന്റെ കൂടെ അതിനെ ആവസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാർ മുഖാന്തരം ക്രമമായി വിശുദ്ധ സഭയ്ക്ക് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നവരുടെ ആനന്ദം ഈ മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ആകയാൽ ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ അടിയങ്ങൾ ആസ്വദിച്ചിരിക്കുന്ന ഈ മോതിരത്തെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരത്തെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും ഞങ്ങളുടെ പുത്രിയായ ഈ മണവാട്ടിയും ഞാൻ ആ പുതംപൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യത്തിലും പരത്തിലും അഭക്തമായി ഈ മണവാളയെയും മണവാട്ടിയെയും നീ സന്തോഷിപ്പിക്കുവാനാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയ്ക്ക് ഇവർ കരുണയോടുകൂടി ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഇവർ ആനയിക്കപ്പെടുകയും ചെയ്യണമേ. കർത്താവേ, തിരുസന്നിധിയിൽ സന്നിധരായിരിക്കുന്ന ഈ വിശ്വാസികളുടെ ജനക്കൂട്ടത്തെയും സഹോദരങ്ങളെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും ഇരുവൻഭാഗം നിന്ന് തൃപ്തി വരത്തക്കവണ്ണം ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓ ശോഭക്കുരിശുമാലവൽമേ പത്രയും വൽമേലോ വൽമേ ആത്മാർത്ഥമായ
സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ളവരുടെ സർവ്വരുടെയും നാമത്തിൽ ഈ മോചനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ശിവജിയായുടെ വലതുകൈ കരുണയോടുകൂടി നിങ്ങളിലേക്ക് നഷ്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദനത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞോളും അനുഗ്രഹം നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലത് കൈ നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ വലത്ത് കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശിവജിയായുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അതിശയമായി നിങ്ങളിലേക്ക് നഷ്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും നീ സ്തുതി കരയറ്റുകയും ചെയ്യുമാറാകട്ടെ. സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷേകൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബീക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറി വെടിക്കുന്ന മുദ്രകൊണ്ട് ഇവർ അലങ്കരിക്കുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സന്നദ്ധരാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിരങ്ങളായ ശ്മശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറി പരിപാലനയുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സന്നദ്ധയാകട്ടെ. മനുഷ്യവർഗത്തിൽ ദ്വേഷത്തിൽ അസൂയാലമായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൽ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹസമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകത്തുന്ന ലീനരും ഭാവികളും ആയ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണം. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണം. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യങ്ങൾക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിലെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും അവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ ഇതിനായി ഒരുങ്ങുന്നവർക്ക് നിന്റെ കരങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയാവുന്നതാണ്. നിന്റെ ശ്രീപയാദിയും കാക്കുകയും സൗഭാഗ്യമായി പോയി ഞങ്ങളെല്ലാവരുടെയും നിന്റെ കരങ്ങളെ വർഷിക്കുകയും ചെയ്യണമേ.
നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും സൈന്യങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവാഹ ഉദാശയുടെ ഒന്നാമത്തെ ശുശ്രൂഷയാകുന്നു. മോതിരം വാഴിൻ്റെ ശുശ്രൂഷ അവസാനിച്ചു. ഇനിയും രണ്ടാമത്തെ ശുശ്രൂഷ കിരീടം വാഴിൻ്റെ ശുശ്രൂഷയാകും. കിരീടം രാജാക്കന്മാർക്കും രാജകുടുംബാംഗങ്ങൾക്കുമാണ് ലഭിക്കുന്നത്. ഈ ദമ്പതികൾക്ക് കിരീടം ലഭിക്കുന്നുവെങ്കിൽ ഇവർ രാജകീയ കുടുംബത്തിലെ അംഗങ്ങളാണ്. അതെ, ഇവർ യേശു മഹാരാജാവിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആകയാൽ ഇവർക്ക് ലഭിക്കുന്നതായ ഈ കിരീടം ഇവർ നഷ്ടപ്പെടുത്താതെ ഈ രാജ്യത്തിൽ സൂക്ഷിക്കുകയും വരുമാനുള്ള രാജ്യത്തിൽ യേശുരാജൻ വന്ന് അവരെ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുമ്പോൾ ഇവർ ആ കിരീടത്തോട് കാണപ്പെടുകയും ചെയ്യുവാൻ തക്കണം ഇവർ ഇടയാക്കേണ്ടതാണ്. കൂടി വന്നിരിക്കുന്ന നാം എല്ലാവരും ചില കടമകളോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ള ഓർത്തോളം ഈ നവദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം കഴിഞ്ഞ ഇവരുടെ ജീവിതകാലത്ത് കൊണ്ടുപോയിട്ടുള്ള തെറ്റുകളെല്ലാം ക്ഷമിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ടുള്ള നമ്മുടെ ചുമതല സഭ എന്നുള്ളതിൽ നാം ഇവരെ വിവാഹബന്ധിതരാക്കുക. വേറെ ഒരു കടമയോട് നമുക്കുണ്ട്. വിവാഹത്തിന് ശേഷം ഇവരുടെ ജീവിതം എല്ലാവിധമായ അനുഗ്രഹങ്ങളോട് നിറയുവാൻ തക്കവണ്ണം വീണ്ടും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതുമാകും. ആകയാൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെയുള്ളതായ ചുമതലയുണ്ടെന്നുള്ളതായ ബോധത്തോടുകൂടി എല്ലാവരും ഇതിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിക്കുകയും അതുപോലെ തന്നെ ഈ വിവാഹ കൂട്ടാശിയുടെ അവസാനത്തിൽ പട്ടക്കാറ്റിൽ ചൊല്ലുമ്പോൾ വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പന നിങ്ങൾ എല്ലാവരോടും കൂടെ ആകുന്നു എന്നിങ്ങനെ ഉള്ള ഒരു ഭാഗം പറയുന്നത് കേൾക്കാം. അപ്പോൾ അതിന് മുമ്പ് അല്ലെങ്കിൽ അതിനുശേഷം ഈ ദമ്പതികളോട് ഈ നവദമ്പതികളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പരസ്പരം എങ്ങനെയാണ് ജീവിക്കേണ്ടത്, പെരുമാറേണ്ടത് എന്നുള്ളതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മളോടും വിവാഹം ചെയ്തിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരോടും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവർ മറന്നുപോയിരിക്കും. അതുകൊണ്ടാണ് ചില തെറ്റുകളെല്ലാം കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൂടെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് നമ്മെ ഈ ശുശ്രൂഷ അനുസ്മരിപ്പിക്കുന്നത്. വീണ്ടും വിശ്വാസികൾ ഈ കൽപ്പന നിങ്ങൾ എല്ലാവരോടും കൂടി നൽകുന്നു. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറും, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറും, അങ്ങനെ അവർ പരസ്പരം നിഷ്കളങ്കരായി പരസ്പരം വിശ്വസിച്ച് അങ്ങനെ പരസ്പരം ശുശ്രൂഷിച്ച് കരുതലുള്ളവരായി ജീവിക്കാൻ തക്കവണ്ണം അവരെ പരിമേൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പരിമേൽപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് എല്ലാ വിവാഹിതരായ സ്ത്രീകളായ മനസ്സിലാക്കുകയും അതുപോലെ ഇവരുടെ ജീവിതം എല്ലാവരുമായ അനുഗ്രഹങ്ങളൊന്നും നൽകാൻ അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ തുടരുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ
കർത്താവെ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ മണവാളനെയും ഈ മണവാട്ടിയെയും നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ സ്വർഗീയ ദാനങ്ങളാൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഈ മണവാളനെയും മണവാട്ടിയും നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവയെ സന്തോഷ ഉല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുപ്പുമാറാകണമേ. യോഗ്യരായിത്തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറക്കാലമുറക്ക് സ്ഥിതി ചെയ്യുന്നവനുമായ നിത്യനും തന്റെ മാലാഖമാറിന്റെ സിംഹാസനത്തിന്മേൽ എനിക്ക് ആരാധനയെ അണയ്ക്കുന്ന ആദിയൊന്നുമില്ലാത്ത പാതിനൊന്നിന്റെ വിപുലമായ കാരണം മൂലം ഞങ്ങൾ എല്ലാവരുടെ പേരും ജയതോന്നിയതിന്റെ അടുക്കിലേക്കുള്ള പകത്തെ തേടിക്കുകയും അന്യമായി പോയാൽ ഞങ്ങളുടെ സ്വഭാവത്തെ തന്നോട് അടുപ്പിക്കാനായിട്ട് തന്റെ സ്നേഹം മൂലം യോഗ്യമാക്കുകയും ചെയ്യാം. വലിയവനും ഉന്നതനും അതാ തത്വജ്ഞാനികൾക്കും ധാർമ്മികന്മാർക്കും തന്നെ പരിശോധിപ്പാനും ആരാഞ്ഞാനോ കഴിയാതെ സകലിൽ തന്നെ ഉണ്മയെ ആരാധിക്കുന്നവനും അധികാരികളുടെ കീഴിലെ മുറയുന്നവനും തന്നെ അയക്കപ്പെട്ടിരിക്കുന്ന സകലും അയക്കപ്പെട്ടു തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സകലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവനും മണവാളന്മാർക്കും മണവാട്ടിമാർക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങൾ ദാനം ചെയ്യുന്നവനുമായിരിക്കുന്ന അവിടത്തേക്ക് സ്തുതി. തനിക്ക് തന്റെ ദാസരുടെ കിരീടം വാഴുവിന്റെ നേരത്തിലും എല്ലാ പെരുന്നാളുകളിലും സമയങ്ങളിലും കാലങ്ങളിലും ജീവനോടുകൂടി ഇരിക്കുന്ന എല്ലാ ദിവസങ്ങളിലും തൊഴിലും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മാക്കുലഹിന്യാവും ഭയത്തോടും അയലോടും തന്നെ അഗ്നിമയന്മാരുടെ ഗണങ്ങളിൽ ശ്രമിക്കുകയും ചെയ്യുന്ന ദൈവമായ മഷിയാതമ്പുരാനെ അവർദ്ധനീയമായ നിന്റെ കരുണയുടെ സങ്കല്പിക്കാൻ പാടില്ലാത്തതായ നിന്റെ ദയയുടെയും സമൃദ്ധിയാൽ നിസ്സാരന്മാരായ ഞങ്ങളുടെ പുകഴ്ചകളിൽ സന്തോഷിക്കുകയും ബലഹീനന്മാരും മന്മന്മാരുമായ ഞങ്ങളുടെ സുരക്ഷയിൽ തിരുമനസ്സാകുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള അതിനെ നിന്നോട് യാചിപ്പാനായിട്ട് നീ ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്നുവല്ലോ. നീദാനത്തിൽ ഉള്ളവനും ശിക്ഷാർഹന്മാരായിരിക്കുന്നവരുടെ പരിഹാരത്തിൽ നിന്ന് മൗനമായി ദീർഘക്ഷമയോടുകൂടെ ഇരിക്കുന്നവരുമാകുന്നു. കർത്താവേ, എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് അണയ്ക്കുന്നതിന്റെ സ്തുതിയുടെ അധികാരത്തിന്റെ വസിക്കുകയും പ്രത്യേകിച്ച് ഇവിടെ അടുത്ത് ഒന്നാമിന്റെ കടയുടെ നിലകളും കീഴുടെ കിടങ്ങളിലും അയക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിന്റെ അടിയാറെ സൗഖ്യമാക്കി രക്ഷിക്കണമേ. അവരെല്ലാം
നിന്റെ പരിശുദ്ധന്മാരെ ഗണങ്ങൾക്ക് സദൃശന്മാരും അന്യോന്യം സ്നേഹിക്കുന്നവരും ദോഷനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ഞങ്ങളുടെ ശത്രുക്കളെ വാഴ്ത്തുന്നവരുമായി കർത്താവേ ഞങ്ങളെ ആക്കി തീർക്കുമാറാകണമേ. മശിഹാ തമ്പുരാനെ ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയും ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ അനുകൂലമാക്കുന്നവരുമായി തീരുവാനായിട്ട് നീ ഞങ്ങളെ ആക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആസ്വദിപ്പിച്ച് നിന്റെ സ്വർഗരാജ്യത്തിനവരെ നീ സന്തോഷിപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ഉത്തമനും സ്നേഹിക്കുന്നവനും ആകുന്നുവല്ലോ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയെ സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. മഷികായുള്ള
വിനയത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്നുള്ളവാർ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മെസ്സിയാസഭയുടെ തലയും ശരീരത്തിലെ രക്ഷിതാകുമാറുന്നപ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭാമശികായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മെസ്സിയാതന്റെ സഭയെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുളമോ തെറ്റിടങ്ങളായ മറ്റു വല്ലതും കൂടാതെ നന്മയും വിശുദ്ധിയുമായി തേജസ്വിനിയായി സ്വീകരിക്കാനുമായിട്ട് സഭയ്ക്കായി മെസ്സിയാപ്രാണൻ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകും. എന്തെന്നാൽ സ്വന്തം ഭാര്യ യഹൂദിന്റെ അതിർത്തിയിൽ എത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം ഗ്രീഷ്യന്മാർ നടത്തിയെന്ന് ഏതൊരു കാരണത്താലെങ്കിലും വിളിച്ചു നല്ല ഭാര്യയെ പിരിച്ചുകൊള്ളുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ജീവിതമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുമായതുകൊണ്ട് പുരുഷനും തന്റെ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും വിശേഷമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാവരും ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കുവാൻ അരുളി ചെയ്തു. ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകൾ എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Nam
നൽകുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യേ അണിയിക്കും മകുടം രമ്യം പരിശുദ്ധാത്മാവിന് സ്തുതി കരയെത്തിക്കൊണ്ട് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇട നൽകുകയും ചെയ്യുമാറാകട്ടെ.